ഹെവൻ വേ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതിപ്പോൾ നമ്മൾ കാണാൻ പോണ ചേറ്റ് ഹാർബർ കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാം കേട്ടോ. ഒട്ട് സ്ഥലം അറിയാതെ വഴിയൊക്കെ തെറ്റിപ്പോയിട്ടോ. പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം, എപ്പോഴും കാണാം കേട്ടോ. സമയം ഞങ്ങൾ നോക്കിയപ്പോൾ 4:30 സമയമാണ്. 4:30 സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണം. ഇനി അവിടെ എത്തുന്നെങ്കിൽ എത്തും നമ്മൾ എഴുതിയ ഞാൻ ആദ്യമായിട്ട് പോണത് കിട്ടിയുണ്ട്. ബൈക്കും വേണ്ട നമ്മൾ പോണത്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞാൻ മാത്രം ചാർജ് അതിരാവിലത്തെ മഞ്ഞാണ് കേട്ടോ. കണ്ട പുലർച്ചെ 4:30 സമയത്ത് കാണുന്ന മഞ്ഞാണ്. ശരിക്കും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഇത്ര മഞ്ഞ് നമ്മൾ അറിയണില്ല. വീടിനുള്ളിൽ അത്ര തണവ് വരണില്ലല്ലോ. പാടഭാഗത്ത് എത്തുമ്പോൾ നല്ല മഞ്ഞാണ് കാണാണ്ട. ലൈറ്റ് ഹൗസ് കണ്ട കണ്ട ആദ്യം വിളിച്ചല്ലേ. കടലേ പോണവർക്ക് ഇത് കാണണ്ടല്ലേ പാവങ്ങള്. ഒരാളില്ല കേട്ടാ. കണ്ട ഒരു തിക്കും തിരക്ക് ഒരു ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടാ. കടലാണ്ടാ കടലാണ് കാണണേട്ടാ. കണ്ട ഈ ഇരുട്ട് കാരണം ഒന്നും കാണണമെന്നില്ല കേട്ടാ. 6 മണിയായിട്ട് കാണുന്ന കടലാണ് കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് പോയോ? എന്ത് മരുന്നായിരിക്കണ വേണ്ട. ഒന്നാമത് ഇരുട്ട്. നീ കടലിന്റെ മക്കളെ ബോട്ടിൽ പോണ പോക്ക് കണ്ട. ഈ സമുദ്രമൊക്കെ ഒരിക്കലും പേടിയാവുക. ശാന്തതയില് എന്താ പറയാ അടക്കമില്ലാണ്ടിരിക്കുന്ന സമയത്ത് കടലമേടം കൂടെ ഒരു നെറ്റിരിപ്പ്. കടലൊക്കെ കാണാനൊക്കെ ഇഷ്ടം തന്നെ, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഒരാളില്ല. എന്റെ കെട്ടണാട്ടോ. പരിസരത്തൊരാളില്ല. പക്ഷെ ഈ സമയത്ത് കടലിന്റെ ഒച്ച കേൾക്കുമ്പോ ഉള്ളിലൊരു ഭയം എനിക്കിതാ. കെട്ടാനും പ്രശ്നമില്ല. കടലാട്ടാ കടല് കണ്ട. ഞാൻ വലിയ കരുതൽ എപ്പോഴും പറയേ കടലില് ബോട്ടില് പോയിട്ട് വേണം ഒന്ന് കടലിൽ കൂടെ യാത്ര ചെയ്യണ ബോട്ടില്. വലിയ കഥയൊക്കെയാ. പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോ നെഞ്ചിലൊരു ഇടിപ്പ്. സത്യം പറയാലോ. വേണ്ട ഞാൻ ആ പഞ്ചത്തില്ല. എനിക്ക് ഇപ്പൊ തന്നെ ഹൽബ് പോയിട്ടാ നിക്കണത്. ഒരു കയ്യകട ഇപ്പൊ നിക്കാം. വെള്ളത്തിന് ഇപ്പൊ ഇങ്ങനെ എത്തപ്പോ ഈ നേരം വേണ്ട. എന്താ അല്ലേ ഇതിങ്ങനെ പരന്ന് കിടക്കല്ലേ. നോക്കി ഒരാളില്ല. നോക്കണ്ട വഹിച്ചിരിക്കും. കടലാണ് അന്നാലും നോക്കിയല്ലേ. എനിക്കിത് കടലിന്റെ കയ്യും കാലം എനിക്ക് പറഞ്ഞത് പാടില്ല. കാലത്തെ സമയം അടിപൊളി അലഞ്ഞു വരുന്നത്. കിളിവേട നിക്കണത്. കണ്ട സുപ്രഭാതം. എല്ലാവർക്കും സുപ്രഭാതം. ഒന്നും പറയാല്ല. ഒന്നും നോക്ക് നിങ്ങൾ. ഒരാളില്ല, ഞങ്ങള് മാത്രം ഉണ്ട്. എനിക്ക് ഈ സൗണ്ട് കേട്ടിട്ട് പേടിയിട്ട് പറഞ്ഞില്ലേ. ഇതുവരെ ഞങ്ങള് ഹാർബറിൽ എത്തിയിട്ടില്ല കേട്ടാ. ഞങ്ങക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ചാവക്കാട് ബീച്ചിലേക്ക് പോയി. അവിടെ ചെറിയ
എന്താ പറയാ വഞ്ചികളും ബോട്ടൊക്കെ വരും. പക്ഷെ അത് രാത്രി അത്ര കൂടുതലും വരുന്നെന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തിനാ പിന്നീട് ആ സ്ഥലത്തിന്റെ പേര് ചേറ്റുവിയാ. ചേറ്റ് പറഞ്ഞ സ്ഥലത്ത് ഹാർബറിൽ പോയി കാണാന്നാണ് പറഞ്ഞ അവിടെ ചേട്ടൻ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ബൈക്കുമ്പോൾ യാത്ര ചെയ്ത് വീണ്ടും ഞങ്ങൾ അങ്ങനെ ചേറ്റുവ ഹാർബറിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ ചേറ്റുവ ഹാർബറിലേക്ക് എത്താൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചേറ്റുവ ഹാർബറിൽ എത്തിയിട്ടാ. എന്തിട്ടല്ലേ കാലത്ത് എന്തിട്ടും വരണ്ടല്ലേ. അയ്യോ ഇവിടെ നല്ല കൂടെ പറക്കണല്ലോ. ഇവിടെ വഞ്ചിക്കാര് മീൻ പിടിച്ച് കൊണ്ടിട്ട് ഇറക്കണ സംഭവം കേട്ടോ. മീനാണ്. ഞാൻ തിരിഞ്ഞാക്കി വേണ്ടി സായിപ്പ് നോക്കണു. വീഡിയോ കടിച്ച പൊട്ടാത്ത ഇംഗ്ലീഷ് ആയിട്ട് സായിപ്പിന്റെ ഒരു വരവേ മനുഷ്യന്മാര് വെള്ളം കൂടി പിയാനായിട്ട്. Name? Jacob. Jacob. You? Adilna. Adilna? Adilna. Adilna. Yes. എന്താന്നറിയില്ല, വണ്ടിയിൽ വിളിച്ചത് എന്ന് പറഞ്ഞു പോണത് മരിച്ചതിന്റെ എന്തോ ആണ്. സായിപ്പ് ഇത്ര അധികമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലേക്ക് കൈവിട്ട് പോയിന്. പതുക്കെ പോന്നു. ആ സായിപ്പാട്ട നമ്മളായിട്ട് വർത്താനം പറഞ്ഞത് ഒരു വിധത്തിലൊക്കെ ഞാൻ തട്ടി കൂട്ടി വിട്ടു. എന്നിട്ട് പറയണത് അറിയില്ലായിരുന്നു. അന്നൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വിട്ടു. നമ്മുടെ ചേറ്റുവ ഹാർബറിൽ അതിരാവിലെ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ബോട്ട് എപ്പോഴാ? ബോട്ട് ആ കാണാൻ വേണ്ടി വന്നതാ. ആ വലുതല്ലേ? അതെയോ? അതല്ലേ കാണാൻ പറ്റുമോ? ഇതാണോ ഇത്? ചെറുത് ബാക്കിലുള്ളതാ. ചേട്ടൻ വരും കൂടെ, ഞങ്ങൾ പറഞ്ഞത്. അതെ, ചേട്ടന് പോയോ? ആ ചേട്ടൻ കൂടെ വരാന്ന് പറഞ്ഞോട്ടാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ബോട്ടിൽ കയറണം എന്നുള്ളത്. അപ്പൊ ആള് കേട്ടാന്ന് പറഞ്ഞത് സന്തോഷായി. നമ്മള് ബോട്ടിൽ കയറാൻ പോയിട്ട് ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മള് ബോട്ടിൽ കയറിയിട്ട് അവന്റെ അംഗങ്ങൾ കാണിച്ചു കിരണം കേറ്. പിന്നേട്ടാ ഇനി ഞാൻ കേറണ്ടേ? ഇത് ചേട്ടൻ പിടിച്ച ആളെന്നെ പിടിച്ചോളൂ. ചേട്ടൻ പിടിക്കോ? പിതാവേ, ആനാണ് ഇക്ഷഞ്ഞ വരച്ചത്, എങ്ങനെ കേറും എന്നുള്ള ചിന്ത. എവിടെ പിടിക്കണ്ടേ? പിന്നെ എന്നെ വിട്ടല്ലേട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ്. താങ്ക് യു. താങ്ക് യു ഏട്ടാ. ഇതാണ് നമ്മുടെ കിച്ചൺ. ആ പപ്പ കേറെടുക്ക്. കേട്ടെടുക്കുന്ന ഇതാണ് നമ്മുടെ കിച്ചൺ റൂം. അതല്ലേ കിടന്നോട്ടാ. അത് കുഴപ്പമില്ല. ഒന്ന് എളുപ്പമാ. വേണ വേണ ഇരുന്നിക്കോ ഇരുന്നിക്കോ. ഇതാണ് നമ്മുടെ കിച്ചൺ റൂം. താങ്ക് യു. അത് പരവാല്ലേ, ആൾക്കാർ ഉറങ്ങുന്ന സ്ഥലം ഇവിടെ. പണിയെടുക്കാൻ മാത്രം പുറത്ത്. ഇതാണ് നമ്മുടെ കിച്ചൺ സ്റ്റൗവ്. പിന്നെ വേണ ഇരുന്നിട്ട് ചാണകമുണ്ട്. ഇതാണ് നമ്മുടെ അടുപ്പങ്കര. നമ്മള് കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ മസാല ഇവിടെ ഉണ്ടാവും. പിന്നെ ഈ സ്ഥലത്ത് നോക്കിയാ നമ്മുടെ സിലിണ്ടർ, ഗ്യാസ്, മിക്സി, അങ്ങനത്തെ ഐറ്റങ്ങള്. ഈ ചേട്ടൻ തിരുവനന്തപുരക്കാരനാണ് കേട്ടോ. ചേട്ടനക്ക് എല്ലാവരും കാണിച്ചു തരാണ് എല്ലാ കാര്യങ്ങളും. ഇവിടെയാണ് നമ്മുടെ റേഷൻ സാധനമൊക്കെ.
എത്ര ദിവസം പിടിക്കും ശരിക്കും കടലിൽ പോയിട്ട് വരാൻ? 15 ദിവസത്തിലുള്ള സാധനം 5 ദിവസം മാത്രം പണി എല്ലാം സ്റ്റാക്ക് ഉണ്ടാവും. അതെ ഇവിടുത്തെ ചേട്ടന്മാര് ചോദിച്ചത് എങ്ങനെ ഈ ചേച്ചി കയറി എന്നുള്ളത് ബോട്ടിലേക്ക്. അപ്പൊ അവൻ പറയും എന്നെ ക്രെയിനിൽ കൊണ്ടു കയറ്റി വിട്ടെന്ന്. ലൈറ്റ് ഇടുവോ? ഇതൊക്കെ ഞങ്ങൾ അതിന്റെ ഉള്ളൊക്കെ കറക്കി ചെയ്യില്ലേ? ലൈറ്റ് ഇട്ടോ എഞ്ചിൻ റൂമില്ല. എന്തൊക്കെ നല്ല ഇത് നമ്മുടെ ബോട്ടിന്റെ അല്ലേ, അത് തൽക്കാലികം നമ്മൾ കറണ്ടിന് യൂസ് ചെയ്യാൻ. ഇൻവെർട്ടർ ഒക്കെ ഉണ്ട്. പക്ഷേ കടലിൽ എന്ത് സംഭവിക്കുന്നത് വെള്ളം പുറത്താക്കും. അങ്ങനെയൊക്കെ ചെയ്തു നമ്മളെല്ലാ സാധനവും പമ്പ് വാട്ടർ പമ്പ് ഡൈനാമോ എല്ലാ സാധനവും അത് ഞങ്ങളൊക്കെ സമ്മതിക്കണേ. കടലില് പോണ്ടത് ഞാൻ തന്നെ ഞങ്ങള് നേരത്തെ ഇറങ്ങിയതാ. എന്നിട്ട് ഏതൊരു കടലിന്റെ ഒരു തീരത്ത് വെച്ച് ഇങ്ങോട്ട് കടൽ കളിച്ചാട്ട് കിളി പോയി. അങ്ങനെ കടലിൽ പോയി. ശരി, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ സ്റ്റോർ. നമ്മള് നല്ല വലുതായി മീനൊക്കെ ഉണ്ടല്ലേ. ഞങ്ങൾ ഇനി വീഡിയോ എടുക്കാൻ ഇറങ്ങാണേ. പക്ഷെ അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ കൊണ്ടുപോയേനെ. ചാടി നടക്കില്ലട്ടാ. അപ്പൊ പപ്പ ആദ്യം ഇറങ്ങിട്ട് എന്നെ പിടിച്ചാ മതി. എന്തെങ്കിലും വന്നപ്പോ ഇറങ്ങുവപ്പാ. ഞാൻ പപ്പ എടുത്താ മതി. ഞാൻ അവിടെ നിക്കട്ടാ. പപ്പ എടുത്താ മതി. ഫ്രീസറാണ് കേട്ടോ, ഫ്രീസർ. കണ്ട വനം ചാളാണ് ടൈസിട്ട് വെച്ചേക്കണ്. കണ്ട ഫ്രഷ് മീനാട്ടാ. ഇതാ പറഞ്ഞ കുടിവെള്ളമാണ് കേട്ടാ. 10 ബോട്ടിലൊക്കെ കൊണ്ടുവന്നാ പറയണ കേട്ടാ. എന്താ ചെയ്യല്ലേ, കടലിൽ പോയി വെള്ളം വേണ്ടല്ലേ കുടിക്കാൻ. എത്ര അറകളാല്ലേ അതിൻ്റെ ഉള്ളിൽ. ഫ്രീസർ വണ്ടം ഫ്രീസറാട്ടാ. ഒരു ലോഡ് മീനുണ്ട് കേട്ടോ. ഒരു ലോഡ് മീനാണ് കിടക്കണത് കേട്ടോ. ഫുൾ ഐസ് ഇട്ടിട്ട് കണ്ട. വണ്ടം ഫ്രീസർ കുറേ ഐസും കെട്ടി കിടക്കണം. കണ്ട വലിയ ഐസിൻ്റെ ബാറൊക്കെ കിടക്കണ നോക്കി. ഒരു ലോഡ് മീനൊക്കെ ഒരു വലയിൽ കിട്ടുമ്പോൾ അതിൽ ഫുള്ള് നിറച്ചിട്ട് ഫുള്ള് ഐസ് ഇട്ടിട്ട് വെക്കുന്നതാണ് പറയണത് കേട്ടോ. ഇതിലൊക്കെ മീൻ നിറയെന്നാ പറയണ ചില സമയങ്ങളിലൊക്കെ. ഇതൊക്കെയാണ്ട് ഇതിൻ്റെ ഉള്ള മീൻ പിടിച്ചിങ്ങനെ ഇറക്കേണ്ട സംഭവങ്ങളാട്ടാ. കണ്ട വണ്ടം ഫ്രീസറാട്ടാ. ഒരു ദിവസം ഞങ്ങൾ ഇതിൽ വരുമ്പോ ഞങ്ങളെ കടലിലേക്ക് കൊണ്ടുപോകും. യാത്ര ചെയ്യാൻ പറ്റില്ലേ? കുടിവെള്ള ഉള്ളിലുണ്ട്. നാളൊക്കെ നിങ്ങളെ സമ്മതിക്കണട്ടാ. നമ്മുടെ സ്റ്റോറുണ്ട്. ലൈഫ് ഇല്ലല്ലേ ക്യാമറ ഉൾപ്പെടെ എല്ലാം ഉണ്ട് അല്ലേ? സ്റ്റോറില് 4 ക്യാമറ. മോളില് ഫ്രണ്ട് ക്യാമറ. ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അഴിച്ച് ഓർബറിലെ ഫോണൊക്കെ കളവ് പോകുന്നത് മാറ്റി ഇവിടെ ഉള്ളിൽ കയറി നോക്കിയാൽ ഇതാണ് നമ്മുടെ ബോട്ടിന്റെ പിന്നെ ഇത് നമ്മുടെ കുളി നോക്കാനായിട്ട് എത്ര ഈ ആളുണ്ടെന്ന് നോക്കാനായിട്ട്. ഇതൊക്കെ അതും GPS ആണ്, സെയിം ആണ്. ഇതാണ് പൊസിഷൻ. നമ്മള് നമ്പർ നോക്കിയാണ് ഓട്ടി. അങ്ങനെ
ഇങ്ങനെയാണ് മീൻ നമ്മുടെ കാഴ്ച നോക്കണത് താഴ്ച നോക്കാനായിട്ട്. എന്റെ പിന്നെ ദൈവമേ. ഇത് CCTV ക്യാമറ ഉണ്ട്, TV ആ അതുകൊണ്ട് ഒടക്കെന്ന് പറഞ്ഞിട്ട് ഒരു TV ആപ്പ് വന്നിട്ടുണ്ട്. അത് ശരി. കടലിന്റെ നമ്മുടെ മാപ്പ് ഉണ്ടല്ലേ, ഉവ്വ് ഉവ്വ് ഉവ്വ്. കരയ്ക്ക് നമ്മള് മാപ്പ് അടിച്ചു കൊടുക്കും, ഓ, ഓ, ഓ. അതേപോലത്തെ സിസ്റ്റമാണ്. ആ. അത് മാപ്പാണ്. ഓക്കേ. ഇൻവെർട്ടർ എല്ലാ ജിഷ്ണും ഓക്കെ. TV ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കാൻ അതെ ഫോൺ എല്ലാവരും സെൽഫായി. ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മള് TV വെച്ചിട്ട് എന്ത് കാര്യം. അത് ശരിയാ. ഇതാണ് ക്യാപ്റ്റന് വേണ്ടി ഒരു ഞാൻ മാത്രമേ. അയ്യോ അപ്പൊ താങ്ക് യു ട്ടാ, വലിയ സംഭവം ചെയ്തത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ ഇതില് കയറാൻ പറ്റുന്നത്. ഇത് ആൾക്കാർ ഉറങ്ങാനായിട്ട് ചെറിയൊരു ചോറ് ആ ആൾക്കാരുണ്ട്. ഉറങ്ങിക്കോട്ടെ. ഇവിടെ നമ്മുടെ ബാറ്ററി ആ ഇൻവെർട്ടറിനുള്ള ബാറ്ററി ഒക്കെ ഇവിടെ ഉണ്ട്. അത്രയാണ്, വേറെ ഒന്നും. മതിയില്ലേ ഇതിന്റെ ഉള്ളില് നിങ്ങൾ ജീവിക്കണം. എനിക്ക് കാര്യത്തിലൊന്നും നിങ്ങളോട് പറയാല്ലേ. അയ്യോ താങ്ക് യു ചേട്ടാ. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മീൻ. മീൻ പിടിക്കാനൊക്കെ മെയിൻ സാധനങ്ങളാണ്. ഇത് എത്രത്തോളം മീനാണെങ്കിലും ഇത് തമിഴ്നാട്ടിലെടുത്തതാണ്, ആ ഇത് കേരളത്തിലുള്ള, ഇത് പുതിയ മോഡൽ. ഇത് 1.70 ഇതാണ് പ്രാക്ടീസ്. അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു ചിരിയ ഇങ്ങനെ ഗ്യാപ്പായാലും ഇങ്ങോട്ട് പോയി വന്നാ അത് കുഴപ്പം. ഇത് നമ്മള് വെള്ളത്തിലിടാന് റോപ്പ്, നമ്മള് ആളെ നോക്കിട്ട് ഇടാനുള്ള റോപ്പൊക്കെ ഇതിലുണ്ടാവും. എല്ലാം ഇല്ല. എന്തിട്ട് കണ്ട എന്റെ സ്വപ്നം ദൈവമേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് കേറാൻ പറ്റുന്നത്. ഞങ്ങള് മീൻ ഇറക്കണ കണ്ടിട്ട് ഒന്ന് പോടി കാലത്ത് ഇറങ്ങിയതാട്ടാ. ഞങ്ങള് എത്ര മണിക്ക് 4:30 ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. പഴമൊക്കെ കളിച്ചിട്ട് പഴം കൊണ്ടേ പോലും എന്നാലും വേസ്റ്റ് ഒക്കെ കടലിൽ ഇതാണ്. അതല്ലേ വേസ്റ്റ് ഒക്കെ ഇവിടെ സ്റ്റാക്ക് കരയ്ക്ക് വരുമ്പോ അതല്ലേ. ആൾക്കാരുണ്ട്. ആ അത് നല്ലൊരു കാര്യം. നമ്മുടെ കടലിൽ കാണിക്കണേ നല്ല കാര്യമാണ്. ഇപ്പൊ പഞ്ചായത്തുകാര് വന്നിട്ട് നമ്മളെ കൊണ്ടുപോകുമല്ലോ. ആ കവർ കൊണ്ടുപോകും. അത് നന്നായി. എന്തായാലും നമ്മുടെ കടലിൽ ഇങ്ങനെ വൃത്തികേടുകൾ ഓൾറെഡി അടിഞ്ഞു കൂടല്ലേ, അത് നല്ല കാര്യം. അപ്പൊ താങ്ക് യു ചേട്ടാ. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായാലും മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ.